ഗ്രീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പഠിച്ചു. ഇന്ന് ലാസ്റ്റ് ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. അപ്പോൾ 3ാമത്തെ പാർട്ടിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അപ്പോൾ എന്താണ് ഈ മൈനോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ 2 തരം മൈനോറിറ്റീസാണ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള മൈനോറിറ്റീസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള മൈനോറിറ്റീസ്, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ മൈനോറിറ്റീസ് ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒന്ന് മുസ്ലിംസ്, സിഖ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, സ്വരാഷ്ട്രീയൻസ് അഥവാ പാഴ്സി എന്ന് പറയുന്ന ആൾക്കാരാണ്. നമ്മുടെ രത്തൻ ടാറ്റയൊക്കെ ഈ പറയുന്ന പാഴ്സി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് എന്ത്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നമ്മൾ 93 പറ്റിയിട്ട് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതേ ആക്ടിൻ്റെ പ്രകാരം തന്നെ 93 മെയ് 17-ാം തീയതിയാണ് എന്ത് വരുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് വരുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഷുർ ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ഓഫ് ദ കൺട്രി ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ദാറ്റ് ദ ലോസ് ഇനാക്റ്റഡ് ഫോർ ദെയർ വെൽബീയിങ് ആർ ഇഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി ഉള്ള നിയമങ്ങൾ കറക്റ്റ് രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അത് ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ, അതുപോലെ തന്നെ റിലീജിയസും ലിംഗ്വിസ്റ്റിക്കും കൾച്ചറൽ മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടി? മൈനോറിറ്റീസിന് വേണ്ടി. ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും 5 മെമ്പർമാരും, മൊത്തം അങ്ങനെ 7 പേരടങ്ങുന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡൻറ്റുമാണ്. അപ്പോൾ നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റും. 3 വർഷത്തേക്കാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ ഇവിടെ എന്ത് തന്നെയാണ്, 3 കൊല്ലത്തേക്കുള്ളതാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓരോന്നായിട്ട് എടുത്ത് കാണാതെ പഠിക്കാൻ നിൽക്കരുത്, മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഒന്ന്, മൈനോറിറ്റീസിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മൈനോറിറ്റീസിന് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും നിയമങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഇഷ്യൂസും ക്രൈസിസും എന്ത് ചെയ്യുക, സമയത്തിനനുസരിച്ച് സമയാസമയം അതിനെ റിപ്പോർട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻറ്റുകളും അതുപോലെ വയലേഷനുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകളുണ്ടല്ലോ, അത് റെക്കമെൻഡേഷനും ഫർദർ ആക്ഷനുള്ള നടപടികൾ എടുപ്പിക്കാനായിട്ട് സഹായിക്കുക. അതുപോലെ തന്നെ എന്താണ് മൈനോറിറ്റീസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സജഷൻസ്. അപ്പോൾ കേട്ടോ, ഇത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും പറയുന്ന ഏതാണ്ട് ഒരുപോലത്തെ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ സിമ്പൽ ഇതാണ്. കണ്ടോ, ഇവിടെ ഈ മതങ്ങളുടെ ചിഹ്നങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മുസ്ലിംസ്, സ്വരാഷ്ട്രീയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻസ്, ഈ ഓരോ മതങ്ങളുടെയും ചിഹ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വരുന്നത് എപ്പോഴാണ്? 93 മെയ് 17-ന്. ഫങ്ഷൻസ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മെമ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ ഉണ്ട്, അത് ഞാൻ പോയിൻ്റായിട്ട് പറഞ്ഞു തന്നു. കണ്ടു, ഇവിടെ സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ്ങുകളൊക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ നാഷണൽ ലെവലുള്ള പോലെ തന്നെ സ്റ്റേറ്റിനും എന്തുണ്ട്, മൈനോറിറ്റി കമ്മീഷനുണ്ട്. കേരളത്തിൽ അത് വരുന്നത് 2013-ലാണെന്നുള്ളത് മനസ്സിലാക്കുക. സെയിം കാര്യം സ്റ്റേറ്റ് ലെവലിൽ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ. 2004-ലാണിത് നിലവിൽ വരുന്നത്. ഓക്കെ, എപ്പോഴാണ്? 2004-ലാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരുടെ എന്താണ് ഉന്നമനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് അവർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും 5 അവിടെ ഉണ്ടായിരുന്നു മൈനോറിറ്റീസിന്. പക്ഷേ ഇവിടെ എന്താണ്, 3 മെമ്പേഴ്സുമാണ് ഉള്ളത്. അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡൻറ്റ് തന്നെയാണ്. 3 വർഷത്തേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫങ്ഷൻസും സെയിം കാര്യം തന്നെ. എന്താണ്? SC/STക്കെതിരെയുള്ള അട്രോസിറ്റീസിനെതിരെയുള്ള കംപ്ലൈൻറ്റുകളിൽ അന്വേഷണം നടത്തുക, ഇവർക്ക് വേണ്ടി വരുന്ന നിയമങ്ങളുടെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക,
ഇവരുടെ വെൽഫെയറും പ്രൊട്ടക്ഷനും ഗ്രോത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, ഗവൺമെൻറ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയും. SC/STയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്റ്റും നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989. അതേ വർഷം തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഇവരുമായി ബന്ധപ്പെട്ട കോടതിയിലെ കേസുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കോടതികൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയ ഒഫൻസാണ് കേട്ടോ. ശിക്ഷയും നല്ല രീതിയിൽ കിട്ടുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇവരുടെ വെൽബീയിങ്ങിനും പുനരധിവാസത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ST എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബുകളാണ്. ട്രൈബ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വനത്തിൽ താമസിക്കുന്ന ST വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, അങ്ങനെയല്ല പറയുന്നത്. എന്നാലും മെയിനായിട്ട് ഇവരെന്താണ്, കാട്ടിൽ ഇങ്ങനെ ആദിവാസികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവരുടെ അട്രോസിറ്റീസും കാര്യങ്ങൾക്കുമെതിരെ പണിഷ്മെൻറ്റ് കൊടുക്കുക, ശിക്ഷയൊക്കെ നടപ്പിലാക്കുക, റീഹാബിലേഷൻ നടത്തുക. ഇത് തന്നെയാണ് എന്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വീണ്ടും അതിലോട്ട് പറഞ്ഞ സമയം ഞാൻ കളയുന്നില്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്. ഓക്കെ, NCBC. അപ്പോൾ SC/ST കമ്മീഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യം കൂടെ നോക്കുക. ജവഹർലാൽ നെഹ്റു പറഞ്ഞേക്കുന്ന വേറൊന്നുമല്ല, എന്താണ്, നമ്മൾ ഈ പറയുന്ന റോഡും കമ്മ്യൂണിക്കേഷനും എവിടെ എത്തണം? SC/ST വിഭാഗങ്ങളുള്ള ഏരിയയിൽ എത്തണം. അത് അവരെയും കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ എന്ന് 1952 പ്രസംഗത്തിന് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അപ്പോൾ SC/ST കമ്മീഷനും അതിൻ്റെ കാര്യങ്ങളും ചെയർപേഴ്സണും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്റ്റും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവരുടെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫങ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. അടുത്ത് വരുന്നതാണ് എന്ത്? ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. സ്റ്റേറ്റിലും എന്തുണ്ട്, ഇങ്ങനൊരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോഷ്യലി അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക? അപ്ലിഫ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക. 1993 തന്നെ. അപ്പോൾ 1993 നമുക്ക് 3-4 കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഞാനൊരു ടേബിളാക്കി നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ ഉറപ്പാണ് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു ടേബിളായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ചെറിയൊരു വീഡിയോ ആയിട്ടോ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1993 തന്നെയാണ് വരുന്നത്. ഇവിടെയും ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സണും 3 മെമ്പേഴ്സും തന്നെയാണുള്ളത്. അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്, 3 കൊല്ലത്തേക്കാണ്. എന്നാൽ 2018 ഇവിടെ എന്ത് വരുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് വരുന്നുണ്ട്. ക്ലാസ് തുടങ്ങിയ ആദ്യ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന എന്താണ് ബോഡീസിന് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുക്കുക, ചിലപ്പോൾ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ രണ്ടിനുള്ള കഴിവ് ഉണ്ട്. അങ്ങനെ നമ്മുടെ NCBCക്ക് അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കിട്ടുന്നത് 2018. ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ബാക്ക്വേർഡ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ഉറപ്പുവരുത്തുക, അവരുടെ ഡിമാൻഡുകളും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക, അതിനാവശ്യമായ സജഷൻസ് കൊടുക്കുക, റെക്കമെൻഡേഷൻസും സ്റ്റെപ്സും കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇവർ ഫേസ് ചെയ്യുന്ന അട്രോസിറ്റീസിനെതിരായിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുക. കാരണം ഇന്ന് പഠിച്ച എല്ലാത്തിനും ഏതാണ്ട് ഒരേ ഭാഗം തന്നെയാണ്, ഒരേപോലത്തെ പോയിന്റുകൾ തന്നെയാണ്, ഓർത്ത് വെച്ചാൽ മതി. സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും സെയിം നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ വീണ്ടും എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ കൺക്ലൂഷൻ ചാപ്റ്റർ തീർന്നു. സ്പ്രെഡ് ഓഫ് ഡെമോക്രസി ആൻഡ് റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇപ്പം നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പങ്ക് എന്താണ്, റോൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോഷ്യോ അതുപോലെ എക്കണോമിക്കായിട്ട് ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ നമ്മുടെ ഇന്ത്യ പോലെ രാജ്യം എന്ന് പറയുമ്പോൾ വലിയൊരു രാജ്യമാണ്, ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തന്നെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ളവർ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പല പല കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒന്നാണ് എന്ത്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക, എല്ലാവർക്കും വോട്ടിംഗ് അവകാശം കൊടുക്കുക, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമുക്കായിട്ട് കൊണ്ടുവന്ന കാര്യം എന്ന് പറയുന്നത് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിക്കോട്ടെ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം എന്താണ്? ഒഴിവാക്കപ്പെട്ടവരെയും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്, ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ.
അങ്ങനെ ഇലക്ഷൻ കമ്മീഷനൊക്കെ വന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന ഫോമിനെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ വനിതാ കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, SC/ST കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ പോലെയുള്ള കമ്മീഷൻസ് എന്തിനാണ് കൊണ്ടുവന്നത്, ചരിത്രപരമായിട്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആണ്. അവരെയും കൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവരെയും കൂടെ നമ്മുടെ അടുത്തേക്ക്, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരെന്ന് മനസ്സിലായല്ലോ, എന്നെ എന്നല്ല, സാധാരണ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരോടൊപ്പം തന്നെ അവരെയും കൂടെ എന്ത് ചെയ്യുക, കൊണ്ട് വരിക. അതായത് എന്താണ്, ഈ ഇലക്ഷനിലുള്ള പാർട്ടിസിപ്പേഷൻ അല്ലാതെ അവരുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് നമ്മളിപ്പോൾ പറഞ്ഞത്, ഈ പറഞ്ഞ കമ്മീഷനുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൈനോറിറ്റി കമ്മീഷൻ എന്താണ്, മൈനോറിറ്റീസിനെതിരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. SC/ST കമ്മീഷൻ എന്താണ്, നമ്മുടെ SC/ST ആൾക്കാർ ഫേസ് ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ചോദ്യം വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചാണ്, ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഡയറക്റ്റ് വരാനില്ല. എന്നാലും നിങ്ങൾക്കൊരു കൺക്ലൂസീവായിട്ടൊരു കാര്യം അവസാനം ഒന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. നല്ല അത്ര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ അല്ല, ഒരുപാട് നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് കുറേ കമ്മീഷൻസ്, അത് വന്ന വർഷം, മെമ്പേഴ്സിൻ്റെ എണ്ണം, അവിടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഡറിൽ ഇത് പഠിച്ചു വയ്ക്കാത്തിടത്തോളം ഇത് ഒരിക്കലും ഓർമ്മയിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്നുകിൽ ടാബുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കുക. 4-5 എണ്ണം ഉണ്ട്, വന്ന വർഷങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറേ സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇത് ഓർത്ത് വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു ടേബിളാക്കി സംഭവം തരാം, എന്നാലും പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നോട്ട് ടെലഗ്രാം ചാനലിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ടാൽ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.